ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ദിനിയാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 16-ത്തെ നാലാമത്തെ പ്രോബ്ലം നമ്പർ 4 ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നയാളും മുന്നേ നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിനേക്കാൾ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള 3 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും സമമാണെങ്കിൽ അവരുടെ കോണുകളും സമമായിരിക്കും. അത് ആദ്യത്തെ റൂള് നമ്മൾ പഠിച്ചത്. പിന്നത്തെ റൂള് നമ്മൾ പഠിച്ചത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങളും തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തെ റൂള് നമ്മൾ പഠിച്ചത് രണ്ട് വശങ്ങളും, അതായത് ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളും അതിൻ്റെ ഉള്ളിൽ വരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളും അതിൻ്റെ ഉള്ളിൽ വരുന്ന കോണും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും മറ്റ് 2 കോണുകളും തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ റൂളായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് 3 റൂളുകളാണ് പഠിച്ചിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് തുടങ്ങാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് എം എന്ന് പറയുന്നത്. എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് എം. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ത്രികോണ എ ബി സിയുടെ മറ്റ് 2 കോണുകൾ, അതായത് എ ബി സി എന്നുള്ള ത്രികോണത്തിൻ്റെ ത്രികോണത്തിൻ്റെ കോൺ എ മാത്രം നമുക്കറിയാം. അതുപോലെ മറ്റ് 2 കോണുകൾ, അതായത് കോൺ ബിയും കോൺ സിയും എത്രയെന്നാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ബിയുടെയും സിയുടെയും എത്രയാണ് മെഷർമെൻ്റ് എന്ന് അറിയണം. അങ്ങനെ എത്രയാണ് കോന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതൊരു എന്താ പറയുക, തുല്യ ത്രികോണമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളും, അല്ലെങ്കിൽ ആ റൂള് വെച്ചിട്ട് തുല്യ ത്രികോണം 3 റൂളുകളുണ്ട്. അതിൽ ഏതെങ്കിലും റൂൾ വെച്ചിട്ട് തുല്യ ത്രികോണം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, കോണുകളും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ 2 ത്രികോണത്തിനെ നമുക്ക് എടുക്കാം. അതായത് ത്രികോണം എ എം സിയും അതുപോലെ തന്നെ ത്രികോണം ബി എം സിയും 2 ത്രികോണങ്ങൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവരെ തുല്യ ത്രികോണങ്ങളാണ് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കല്ലേ. ഇനി ത്രികോണം എ എം സി ആൻഡ് ത്രികോണം ബി എം സി. ഓക്കെ, എ എം ഈക്വൽ ടു ബി സി, സോറി, എ എം ഈക്വൽ ടു ബി എം. എന്തുകൊണ്ടാണ് എ എം ഈക്വൽ ടു ബി എം എന്ന് പറയാനായിട്ട് കാരണം? എം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല മധ്യത്തിൽ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എ എം എന്ന് പറയുന്നത് ഇത് മധ്യബിന്ദുവാണല്ലോ. അപ്പോൾ എ എം എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്ററും എം ബി എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. മധ്യബിന്ദുവായ കാരണം കൊണ്ട് അങ്ങോട്ടുള്ള അളവും അങ്ങോട്ടുള്ള അളവും തുല്യമായിരിക്കും. അപ്പോൾ എ എം ഈക്വൽ ടു ബി എം. എന്തുകൊണ്ടാണത് നമ്മൾ എഴുതാൻ കാരണം? എം മധ്യബിന്ദുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ത്രികോണത്തിൽ, അപ്പം നമുക്ക് ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? സി എം ഈക്വൽ ടു സി എം എന്ന് എഴുതിയൂടെ? സി എം ഈക്വൽ ടു സി എം എന്ന് എഴുതാൻ എന്താ കാരണം? അതൊരു പൊതു വശമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സി എം ഈക്വൽ ടു സി എം. എന്താണ്? പൊതുവായ വശം അല്ലെങ്കിൽ പൊതുവശം എന്ന് നമുക്ക് എഴുതാം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡും കിട്ടി, അതുപോലെ തന്നെ ഈ സൈഡും തുല്യമാണെന്ന് കിട്ടി, ഈ വശവും തുല്യമാണെന്ന് കിട്ടി, ഈ വശവും തുല്യമാണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഉള്ളിലുള്ള അവ ചേരുന്ന ആംഗിളുകളും തുല്യമാണെന്ന് അറിഞ്ഞാൽ ഇതൊരു സമത്രികോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അതെങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കണ്ടോ, ഇവിടെ എന്താണ് അത് തന്നിട്ടുള്ളത്? അതൊരു ലംബ സമഭാജിയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ സൈൻ ഉണ്ട്. അത് എത്രയാണ്? ഈ സൈൻ എന്ന് പറഞ്ഞാൽ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്, അല്ലേ? അവർ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി എം എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ സി എം ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതും 90 തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അത് 90 ആവാൻ കാരണം? ഒരു ലൈൻ, ആ ലൈനുമ്പോൾ വേറൊരു ലൈൻ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 2 കോണുകളും തമ്മിൽ കൂടിച്ചേർന്നാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. എന്തുകൊണ്ടാണത് 180 ഡിഗ്രി എന്ന് പറയുന്നത്? രേഖീയ രേഖീയ ജോഡി, അല്ലേ?
ഈ ആംഗിളും ഈ കോണും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി. എന്താണ് കാരണം എന്ന് പറഞ്ഞത്? രേഖീയ ജോഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത്, ഈ കേസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഈ 180 90 കുറച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആയില്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺ CMA ഈക്വൽ ടു കോൺ CMB ഈക്വൽ ടു 90 ഡിഗ്രി. കണ്ടോ? CMA ഈക്വൽ ടു CMB ഈക്വൽ ടു രണ്ടും 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? രേഖീയ ജോഡി. രേഖീയ ജോഡി. ഓക്കെ, അപ്പൊ നമുക്ക് അതും കിട്ടി കഴിഞ്ഞു. ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എന്ന് പറയുന്നത് ഒരു തുല്യ ത്രികോണാന്ന് പറയാൻ പറ്റും. Therefore, ത്രികോണം AMC ആൻഡ് ത്രികോണം BMC തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? തുല്യ ത്രികോണങ്ങളാണെങ്കിൽ ഇത് നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ 3 കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇത് പൊതുവായ വശമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിന്റെ എതിരെയുള്ള ഈ കോണും അതുപോലെ ഈ വശത്തിന്റെ എതിരെയുള്ള ഈ കോണും എന്തായിരിക്കും? സമമായിരിക്കും അല്ലെ? എന്താണ്? തുല്യവശങ്ങളുടെ എതിരെയുള്ള കോണുകൾ സമമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ CAB ഈക്വൽ ടു, അതായത് ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ CBA. ആംഗിൾ CBA ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി. എന്താണ് അതിന്റെ കാരണം എഴുതേണ്ടത്? തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോൺ A കിട്ടി, കോൺ B കിട്ടി. ഇനി കോൺ C കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നോക്കാം. ട്രയാങ്കിൾ ABC യിൽ എന്താണ്? ആംഗിൾ CAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ A പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ BCA ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. എന്താണ്? ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇത് കൊടുത്താൽ മതിയില്ലേ? CAB എന്ന് പറയുന്നത് CAB എത്രയാണ്? നമുക്ക് 50 ഡിഗ്രിയാണ്. അതുപോലെ ABC, ബിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ബി എത്രയെന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? 50 ഡിഗ്രി പ്ലസ് ആംഗിൾ BCA ഈക്വൽ ടു 180 ഡിഗ്രി. സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ BCA ഈക്വൽ ടു ഈ 50 പ്ലസ് 50 100നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് ആവും. ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ കോണുകളാണ്, മറ്റു 2 കോണുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് 50 ഡിഗ്രിയും ഒന്ന് 100 ഡിഗ്രിയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം.